ഹലോ ഫ്രണ്ട്സ്, ഞാനും ഇക്കായും ഡൽഹിയിൽ പോയപ്പോഴത്തേക്ക് കഴിച്ച ഫുഡാണ്. ഇവിടുത്തെ റൈസ് തന്നെയാണ് അവിടെ ഹൈദരാബാദ് ബിരിയാണി എന്ന് പറയുന്നത്. ഇവിടെ മന്തിക്ക് വെക്കുന്ന റൈസാണ് അവിടെ ബിരിയാണിയായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മളവിടെ പഹർഗഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ റൂം എടുത്തത്. അപ്പം വിശന്നിട്ട് നമ്മൾ കണ്ടുപിടിച്ചൊരു ഹോട്ടലാണ്. അങ്ങനെ ആ ഒരു 3 മണി സമയത്ത് കഴിച്ചതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇവിടെ kg കണക്കിനാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ മസാല ഇട്ടതും ഇക്ക മസാല ഇടാത്ത ഹൈദരാബാദ് ബിരിയാണിയാണ് കഴിച്ചത്. അപ്പം അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. എങ്കിലും ഈ മസാല അവരിടുന്ന മസാല ഒന്നും വലുതായിട്ട് എനിക്ക് പിടിച്ചില്ല. പിന്നെ വിശന്നിരുന്നല്ലോ എന്ന് വിചാരിച്ച് കഴിച്ചു. പിന്നെ അതിൻ്റെ അകത്തുണ്ടായിരുന്ന ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിരുന്നു. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന വെച്ചാൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു. മസാല കുറച്ചേ പിടിച്ചു, അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞാനും മിക്കായും നന്നായിട്ട് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ സ്ട്രീറ്റിലോട്ടിറങ്ങി. അവിടുത്തെ സ്ട്രീറ്റ് ഫുഡ്സും അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടാണ് ഇറങ്ങിയത്. അപ്പം ഈ സ്ട്രീറ്റ് ഫുഡ്സും ഇതുപോലെ തന്നെ എന്തായാലും നമുക്ക് വയറിന് പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വലുതായിട്ട് അങ്ങനെ കഴിക്കാൻ നിന്നില്ല. പിന്നെ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇങ്ങനെ സൈഡിലായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് സംഭവങ്ങളൊക്കെ ഇട്ട് വിൽക്കുന്ന കണ്ട് അങ്ങനെ അത് കയറി ഒന്ന് നോക്കി. അപ്പം ഇക്ക ഞാറപ്പഴവും കഴിച്ചു. ഞാനിതുപോലെ ഈ എല്ലാ ഫ്രൂട്ട്സിൽ നിന്നും കുറച്ചായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ അതിന് ശേഷം നമ്മളതൊക്കെ നോക്കി വാങ്ങിച്ചിട്ട് ഓട്ടോയിൽ കയറിയിട്ട് മെട്രോയിലോട്ട് പോയി. നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഇന്ത്യ ഗേറ്റ് കാണാനായിട്ടായിരുന്നു. അങ്ങനെ നമ്മൾ മെട്രോയിൽ പോയി. അപ്പം ആദ്യമായിട്ടായിരുന്നു മെട്രോ സ്റ്റേഷനിലും പോയത്. അപ്പം വലുതായിട്ട് കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. അവിടെ ചെന്നു, എല്ലാം നോക്കി, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു. പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നടന്ന് എങ്ങനെയൊക്കെയാണെന്നൊക്കെ നോക്കി. അതിനുശേഷം നമ്മളൊരു ഓട്ടോയിൽ വീണ്ടും കയറി നമ്മൾ ഇന്ത്യ ഗേറ്റിലെത്തി. എൻ്റെ പൊന്നോ, ഡൽഹി എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ചൂട്. ഈ സമയത്ത് ഒടുക്കത്തെ ചൂട്, നിൽക്കാൻ പറ്റൂലെങ്കിൽ എന്ത്, അവിടെ അത്ര ആളും ഉണ്ടായിരുന്നു, നല്ല ആളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇന്ത്യ ഗേറ്റൊക്കെ കണ്ടു, ഫോട്ടോ എടുത്തു, അത്യാവശ്യം വീഡിയോസൊക്കെ എടുത്തു. അവിടെ പോയപ്പോൾ തന്നെ നല്ലതായിട്ട് വെള്ളം ദാഹിച്ചുമായിരുന്നു. അങ്ങനെ പിന്നെ വെള്ളമൊക്കെ വാങ്ങിച്ചു കുടിച്ചു. പിന്നെ എല്ലാ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. പിന്നെ അതിന് ശേഷം താഴോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ തന്നെ ചെറിയൊരു തുരങ്കം പോലത്തെ ഒരു സംഭവം കെട്ടിടം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഇന്ത്യ ഗേറ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി വായിച്ചു. വീണ്ടും നടന്നു കുറേ ദൂരം പോയി. പിന്നെ ഇന്ത്യ ഗേറ്റിൻ്റെ ഫ്രണ്ടിലെത്തി. അവിടെ എത്തി നന്നായിട്ട് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു. അതിന് ശേഷം വീണ്ടും നടന്നു. നമ്മളിങ്ങനെ ഉള്ളിലോട്ടാണ് വന്നപ്പോൾ കുറച്ചധികം നടക്കാനുണ്ട് റോട്ടിലോട്ട് ഇറങ്ങാനായിട്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ കണ്ടു. ഫ്ലവേഴ്സും അതുപോലെ തന്നെ ഇന്ത്യ ഗേറ്റ് ഫ്രണ്ടിലുള്ളതും പിന്നെ വാട്ടർഫാൾസും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം വെയിൽ കാരണം ഒരുപാട് നേരം അവിടെ നിന്നില്ല. പിന്നെ അതൊക്കെ കണ്ടു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പം ഇന്ത്യ ഗേറ്റിലോട്ട് ഡൽഹിയിലോട്ട് ഇപ്പോൾ പോകാൻ നോക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത്ര ചൂടാണ്, നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല. കാരണം തീപ്പൊരി വീഴുമ്പോഴത്തെ ചൂടാണ് അവിടെ വരുന്നത്. അപ്പം അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.